നിർത്തിക്കോ പെണ്ണുങ്ങളെ, നിർത്തിക്കോ. ഞരമ്പ് രോഗികളായിട്ടുള്ള പെണ്ണുങ്ങളോട് പറയുകയാണ് നിർത്തിക്കോ. ഇതൊക്കെ നിന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കണം. അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഇത് ഇതിനായിട്ട് ഇത് ആ കുട്ടീന്റെ വീഡിയോ കണ്ടാൽ അറിയാം, ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്, ബാക്കിലേക്ക് മാറി നിന്ന് വരാ, പിന്നെ മുന്നോട്ട് തന്നെ വരാ. എന്നിട്ട് അവര് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവര് സൗകര്യത്തിൽ തൂങ്ങി കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ എടുക്കുന്നേ, റിസ്കി ഷോട്ടുകളാ നിന്നെടുക്കാം. എന്നിട്ട് ആ തട്ടണം മുട്ടണം ഒക്കെ അവര് വീഡിയോ റെക്കോർഡ് ചെയ്യാം, അവര് സൗകര്യം ചെയ്യാണ്. അവര് മാക്സിമം അത് മുതലെടുത്താ ചെയ്യണം, റീച്ച് കിട്ടാൻ വേണ്ടി അവര് മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. വീഡിയോ തറയാവാൻ തീരുമാനിച്ചാല് പിന്നെ നമ്മൾ കുഴി തറയാക്കും, മനസ്സിലായോ? മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. മാക്സിമം ആളുകളിലോട്ട് എത്തിച്ചാൽ നിനക്ക് നീതി ലഭിക്കൂ. ആ വീഡിയോ എടുക്കുന്നത് പ്രചരിപ്പിക്കാനാവരുത്, എവിഡൻസിന് വേണ്ടിയിട്ടായിരിക്കണം, നീതിക്ക് വേണ്ടിയിട്ടായിരിക്കണം. പക്ഷെ ഇത് പ്രചരിപ്പിച്ചാൽ നിനക്ക് കിട്ടുന്നത് ലൈക്കും ഷെയറും കുറച്ച് ഫോളോവേഴ്സും മാത്രമായിരിക്കും. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. പക്ഷെ അത് അതോടെ തീരും. പിന്നെ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടാൽ മാത്രമേ നിനക്ക് റീച്ചും ലൈക്കും ഫോളോവേഴ്സും കിട്ടുള്ളൂ. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും. അത് കിട്ടാതെ വരുമ്പോൾ നീ നിന്റെ തന്തയും നിന്റെ സഹോദരന്റെയും വീഡിയോ എടുക്കാനായിട്ട് നോക്കും. എന്നാലേ പിന്നെ നിനക്ക് വളരാൻ പറ്റുള്ളൂ. സൗന്ദര്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒരു കഴിവില്ലാത്തവളുമാരി ഇപ്പൊ ഫോണും തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തന്നെയാണ് അത് ചെയ്യണത്. വീഡിയോ ആണുങ്ങൾ എവിടെ കൈവെക്കുന്നു, എവിടെ കാല് പൊക്കുന്നു, അവൻ എവിടെ മുഖം ചൊറിയുന്നു എന്ന് പറഞ്ഞ് നോക്കി നടക്കാൻ കുളിച്ചുമിടുക്കനായിട്ട് നിൽക്കേ പണി ഞാൻ തരുന്നുണ്ട്. വീഡിയോ ഇടുമ്പോൾ ചോദിക്കും നിന്റെ വീട്ടിൽ സഹോദരി ഇല്ലേ, അമ്മയില്ലേ, പെങ്ങളില്ലേ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ വീഡിയോ എടുക്കുന്ന പെണ്ണുങ്ങൾക്ക് സഹോദരനോ തന്തയോ ഒന്നുമില്ലേ? വീട്ടുകാരുടെ കണ്ണീരും അങ്കലാപ്പൊന്നും നിനക്ക് മനസ്സിലാവില്ല. അവരെ നാളെ ഇത്തരത്തില് വ്യാജ വീഡിയോ വെച്ച് പ്രചരിപ്പിച്ചാൽ അവർ ആത്മഹത്യ ചെയ്താൽ ആരുത്തരം പറയും? എല്ലാം കൂടെ ഒന്ന് തള്ളിക്കറിക്കോളൂ മനുഷ്യൻ പിടിപ്പിക്കാൻ. മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. കറക്റ്റാണ്. ഞാൻ ഈ പെൺകുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടില്ല. ഇതൊരു മാനസിക വൈകല്യമാണ്. ഈ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണ നിന്നെയൊക്കെ പോലുള്ളവർക്കാണ് ഈ മാനസിക വൈകല്യം ഉള്ളത്. ഇപ്പൊ ആത്മഹത്യ ചെയ്ത ആ പുരുഷന്റെ കുടുംബം മുന്നോട്ട് വരണം. വന്നിട്ട് BNS 108 പ്രകാരം ആത്മഹത്യാ പ്രേരണക്കെതിരെ ഇവക്കെതിരെ കേസ് കൊടുക്കണം. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണിത്. അതുകൊണ്ട് തന്നെ 2 റിമാൻഡ് കഴിയാതെ ഇവർക്ക് ജാമ്യം പോലും കിട്ടൂല. അതേപോലെ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ 67 IT ആക്ട് പ്രകാരവും കേസെടുക്കണം. മാരെയും പിടിച്ച് ജയിലിടുമ്പോൾ കുറെ എണ്ണത്തിന്റെ കഴപ്പങ്ങ് നിൽക്കും, കുറെ ആണുങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഞരമ്പ് രോഗം കാരണം ഇനി ഒരു പുരുഷന്റെയും ജീവൻ പൊലിയരുത്. നിങ്ങൾക്കെല്ലാവർക്കും അടുത്തെങ്കിൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചാരി വെച്ചേക്കും.